السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സത്യവിശ്വാസി സുഹൃത്തുക്കളെ, നാദർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അതിന് നാദർ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഉഹദ് യുദ്ധത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരുന്ന ഒരു സ്വഹാബിയാണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വന്ന എല്ലാ ആക്രമണങ്ങളെയും എല്ലാ അമ്പുകളെയും സ്വന്തം ശരീരം കൊണ്ട് തടഞ്ഞു നിർത്തിയ ഒരു സ്വഹാബിയായിരുന്നു ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസി സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കണം, നമുക്കും ഇതുപോലെ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ട്. കുറച്ച് നാടുകൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ പ്രവാചകനോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആഘോഷങ്ങൾ നടക്കാനിരിക്കുകയാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആഘോഷിക്കാത്ത, അതിനുശേഷം വന്ന സ്വഹാബികളും താബീങ്ങളും തബഉ താബീങ്ങളും അവരവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആഘോഷിക്കാത്ത ഒരു ആഘോഷമാണ് നബിദിനം എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫവറദ്. ആരെങ്കിലും മതത്തിൽ പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസി സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കണം, ദീനിൽ ഒരടിസ്ഥാനവുമില്ലാത്ത, ഖുർആനിലോ ഹദീസിലോ തെളിവില്ലാത്ത ഒരു ആഘോഷമാണ് നബിദിനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിമുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ബിദ്അത്താണ്, ഇത് പുത്തനാചാരമാണ്. എല്ലാ ബിദ്അത്തും വഴികേടിലാണ്, എല്ലാ വഴികേടുകളും നരകത്തിലുമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ 7-ാം അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ ആതാകും റസൂല ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വമാ ആതാകും റസൂല ഫഖുദൂഹു, നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, എന്തൊന്നിൽ നിന്ന് നിങ്ങൾ അദ്ദേഹം വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷ നൽകുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ബിദ്അത്തുകൾ നമ്മുടെ നാടുകൾ നടക്കുന്നുണ്ട്. ഇത്തരം ബിദ്അത്തിൽ നിന്ന് നമ്മുടെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ബിദ്അത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. നാദർ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.